ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ഓവറോൾ എനർജി ഇവിടെ ഡെവിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 5, 6, 8, 15, 6, 9, 5, 12, 3. ഈ മന്തോ ഈ ഡേറ്റോ നിങ്ങളുടെ ബർത്ത്ഡേയോ നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത്ഡേയോ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആകുന്നു എന്ന് നോക്കുക, മന്തോ ഡേറ്റോ ആയിട്ട്. ഓക്കെ, ഹെറോഫെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത് പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹെറോഫെൻറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ ഇവിടെ ഡിവോഴ്സിൻ്റെ വാക്കിലായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളിൽ ഒന്ന് ചേരുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ സമീപിക്കുന്നുണ്ടായിരിക്കും. ചില ജോത്സ്യനെയോ അല്ലെങ്കിൽ ചില വ്യക്തികളെയോ സമീപിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒത്തുതീർപ്പാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തയ്യാറാകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മജീഷ്യനാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഈ ഒരു പ്രാർത്ഥന ചെയ്യുന്നത്. കൗൺസിലിംഗ്, ഒരുപക്ഷെ ചില വ്യക്തികളുടെ ഇടയിൽ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നതായി കാണുന്നു. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെയും തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത്, ഇവിടെയും തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ചില വ്യക്തികൾ, നല്ല വ്യക്തികളുമുണ്ട്, നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന വ്യക്തികളുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉള്ളതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികളും, എന്നാൽ നിങ്ങളുടെ പേഴ്സനെ നിങ്ങളിലേക്ക് എത്താത്ത വിധത്തിൽ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത്, നിങ്ങളെ നിങ്ങളുടെ പേഴ്സനെ ബന്ധിച്ച് അകറ്റി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ രണ്ട് തരം തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തേർഡ് പാർട്ടിയെയും നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള ചില തേർഡ് പാർട്ടിയെയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചില വ്യക്തികളുടെ കൺട്രോളിലാണ്. അതിൽ നിന്ന് പുറത്തിറങ്ങുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരെ മെൻ്റൽ ഹരാസ് ചെയ്തും അല്ലെങ്കിൽ അവരെ ബ്ലാക്ക് മാജിക് ചെയ്തും അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു. അവരെ ഭയപ്പെടുത്തുകയാണ്. എന്നിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന കേസ് വഴക്കുകൾ ഉണ്ടാകും, ഡിവോഴ്സ് ഉണ്ടാകും. അപ്പം മറ്റൊരു വ്യക്തി, അപ്പം നിങ്ങളെന്നുള്ളൊരു വ്യക്തിയിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ വളരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടി അറിയാതെ മറ്റേതോ പ്രാർത്ഥന നടത്തുന്നതായി കാണുന്നു. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്കത് സഹിക്കാൻ കഴിയാതെ നിങ്ങൾ ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുള്ള ഒരു എനർജിയായി വിഷമിക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. വിവാഹം കഴിഞ്ഞ വ്യക്തികളായിരിക്കാം ഇവിടെ കാണുന്നത് കൂടുതലും, അല്ലെങ്കിൽ വിവാഹത്തോളം പ്രാധാന്യമുള്ള. ഇവിടെ 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വിവാഹത്തോളം വാല്യൂ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇവിടെ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിലേക്കാണ് തേർഡ് പാർട്ടി വന്ന് ഡബിൾ എനർജി വന്ന് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കൺട്രോളിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നതായി കാണുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹവും കെയറിങ് ഒക്കെ ഉണ്ടായിരുന്ന, വിജയത്തിൽ മുന്നോട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് തന്നെയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പ് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു മാജിക് ഉപയോഗിച്ച്, ഇവിടെയും മാജീഷ്യനാണ് വന്നിരിക്കുന്നത്, മാജിക് ഉപയോഗിച്ച് കൺട്രോളിങ്ങിലേക്ക് കൊണ്ടുവന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും ഒരു സ്ട്രെങ്ത് വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങളിലേക്ക് കടന്നു വരേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചത് കൊണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് കൊണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെ കടന്നു വരണമെന്ന് അവർക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അവരുടെ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്ക് അറിയത്തില്ല. കാണിക്കുന്ന സ്നേഹം, ഇപ്പം നിങ്ങൾ കോൾ മെസ്സേജ് ചെയ്യുന്നെങ്കിലും അവർക്ക് സംശയത്തോടു കൂടിയാണ് അവരത് നോക്കുന്നത്. കാരണം ഇത് എത്രത്തോളം സത്യമാണ് എന്ന് അവർക്ക് അറിയത്തില്ല. കാരണം അവർ കാണിച്ചു പോയതുപോലെ നിങ്ങളും അവരോട് കാണിക്കുമോ ഇല്ലയോ എന്നൊരു ഭയം അവർക്കുണ്ട്. ഓക്കെ, ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ റിലേഷൻഷിപ്പ് വളരെ ദയനീയ അവസ്ഥയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല എങ്കിൽ പോലും ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പ് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വളരെ മിസ്സിങ് എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സണുമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ മിസ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 5 ഓഫ്
ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഒരു തേർഡ് പാർട്ടിയെ കാണാം. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെയും തങ്ങളെ പിരിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ പ്രയത്നിച്ചതായി കാണുന്നു. ഓക്കെ, പേജ് ഓഫ് കപ്പിൻ്റെ എനർജി ഈ ഒരു റിലേഷൻഷിപ്പിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഡെത്ത് കൊണ്ട് വന്നുകൊണ്ട് ഒരു റീബർത്തിന് വേണ്ടി തേർഡ് പാർട്ടിയുടെ ഭാഗത്തേക്ക് ഒരു റീബർത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചില വ്യക്തികൾ ശ്രമിച്ചതായി കാണുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തേർഡ് പാർട്ടി ഡബിൾ എനർജി യൂസ് ചെയ്തതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു. അവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളിൽ തിരികെ എത്തുക എന്നുള്ളത് വളരെ ഭാരമുള്ള ഒരു കാര്യം തന്നെയാണ്. അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും അവർക്ക് വേണം. തേർഡ് പാർട്ടി ഒരു സൈഡിൽ, അവരുടെ ബ്ലാക്ക് എനർജി മറ്റൊരു സൈഡിൽ. അപ്പോൾ ഒരുപാട് ഭാരങ്ങൾ അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരുപാട് ഭാരമാണ്. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരും. പക്ഷേ എങ്കിൽ കൂടിയും അവർ ഗ്രോത്തിനെ കുറിച്ച് സ്വപ്നം കാണുന്നു, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവർ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഡബിൾ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഡബിൾ എനർജി വന്നിരിക്കുന്നത്? ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നല്ല രീതിയിലൊരു ബ്ലാക്ക് എനർജി. ഇവിടെയും ഒരു കരിമ്പൂച്ചയെ കാണാം. തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് എനർജിയുടെ ഫലത്തിലാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയതിന് കാരണം ഇവിടെ തേർഡ് പാർട്ടി നല്ല രീതിയിൽ ബ്ലാക്ക് എനർജി ചെയ്തിട്ടാണ്. അവർക്ക് താല്പര്യമില്ല, മറ്റൊന്നുമല്ല, നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് നിങ്ങളുടെ പേഴ്സണെ കിട്ടി പോലും ഇല്ല പോലും. പക്ഷേ നിങ്ങളോട് അവർക്ക് നല്ലൊരു ദേഷ്യമുള്ളതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവരെ ലഭിക്കരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിൽക്കുന്ന ഒരു എനർജിയെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി നോക്കാം. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചില തേർഡ് പാർട്ടിയെ ചൊല്ലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നു നിന്നത്. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കണമെന്നോ ഈ റിലേഷനെ അവസാനിപ്പിക്കണമെന്നോ ഒന്നും അവർ വിചാരിച്ചില്ല. നിങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പോകെ പോകെ നിങ്ങളുടെ ഇടയിലേക്ക് തേർഡ് പാർട്ടി കടന്നു വരികയും നിങ്ങളുടെ സ്പേസ്, നിങ്ങൾ തങ്ങളിലുള്ള ദൂരങ്ങൾ കൂടി വരികയും ചെയ്തു. പിന്നെ നിങ്ങളുടെ ഇടയിൽ ഈഗോ പ്രശ്നമായി മാറി. ഓക്കെ, ഇനി നിങ്ങൾ മിണ്ടട്ടെ അവർ മിണ്ടട്ടെ എന്നുള്ള ഈഗോ പ്രശ്നങ്ങളായ തേർഡ് പാർട്ടി നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കുന്നു. തേർഡ് പാർട്ടി നല്ല രീതിയിൽ ഇടപെട്ടതിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും അകന്നു പോകുവാൻ കാരണമായി. ഓക്കെ, ഒരു ചെറിയൊരു പിണക്കം മാത്രമേ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് തേർഡ് പാർട്ടി ഇടപെട്ട് തങ്ങളെ ദൂരോട്ട് കൊണ്ടുപോയതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ കാർഡിൽ പറയുന്നു പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. അവർക്ക് ഇപ്പോൾ ഒരു ഹീലിംഗ് ഫീല് വന്നിട്ടുണ്ട്. അവരുടെ മനസ്സിൽ തങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒത്തുതീർപ്പിലാകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു നല്ല കാര്യങ്ങൾ വരുന്നു. അത് നിങ്ങൾ മജീഷ്യൻ ആയതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളിലേക്ക് അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഉണ്ടാകുന്നു. ഇവിടെയും സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്, ഇവിടെയും സണ്ണിൻ്റെ കാർഡ്. അതുകൊണ്ട് തന്നെയാണ് ഹീലിംഗ് സംഭവിക്കുന്നു. ഓക്കെ, നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരു റീയൂണിയന് വേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഓവർഫ്ലോ ആയിട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ടെലിപ്പതി സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോകുന്നു. നിങ്ങൾ എത്രത്തോളം അവരെക്കുറിച്ച് ചിന്തിച്ച് അവർക്ക് മെസ്സേജ് അയക്കുന്നുവോ അത്രത്തോളം അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ടെലിപ്പതി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്തിരിക്കുക. നിങ്ങൾ അവരെവിടെയാണോ അവർ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യുക. അവരെ കാണുക, അവരോട് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സുകൊണ്ട് സംസാരിക്കുക, തിരികെ എത്തുക. ഇത് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യിക്കുന്നതിനും കാരണമാവും. നെഗറ്റീവ് ഈ ഒരു സമയത്ത് പറയരുത്. ഓക്കെ,
നിങ്ങളില്ലാണ്ട് അവർക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ അകപ്പെട്ട് പോയിട്ടുണ്ട്, ഡബിൾ എനർജിയിലേക്ക് അവർ വീണ് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ അവരുടെ സോളിന് ഒരിക്കലും നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ ഒരു പക്ഷേ നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് യാതൊരു പ്രയോറിറ്റിയും തന്നു കാണത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുക, റിലേഷൻഷിപ്പ് നേരെയാക്കി കൊണ്ടുപോകുവാൻ അവർ ഹാർഡ് വർക്ക് ചെയ്യുവാൻ അവർ തയ്യാറാകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ അവർ നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, സ്പിരിച്വലായിട്ടുള്ള വ്യക്തികളെ സമീപിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ടാറോ റീഡിങ്ങോ അല്ലെങ്കിൽ മറ്റേതോ രീതിയിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവാൻ അവർ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. 2 കാർഡ് കൂടി സെലക്ട് ചെയ്യുക. എത്ര പേർക്കാണ് ഇവിടെ റീയൂണിയൻ ഉടനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എത്ര പേർക്കാണ് റീയൂണിയൻ ഉടനെ സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഉടനെ റീയൂണിയൻ സംഭവിക്കുന്നത് എത്ര പേർക്കാണ്? ഫസ്റ്റ്, സെക്കൻഡ്, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. എത്ര പേർക്കാണ് റീയൂണിയൻ ഉടനെ സംഭവിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ ഉടനെ സംഭവിക്കുമോ? യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ കടന്നു വരാൻ പോകുന്നു. നിങ്ങൾക്കുള്ള സ്നേഹവും നിങ്ങൾക്കുള്ള സമയവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരികെ നൽകുന്നു എന്നുള്ളതാണ്. പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഒരു ഓഫർ നിങ്ങളെ തേടി എത്താൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കോള് മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് 6 ഓഫ് കപ്പ്. രണ്ടും 6 ആണല്ലോ വന്നിരിക്കുന്നത്. ഒന്ന് പെൻറ്റിക്കിളും ഇവിടെ കപ്പുമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് പോസസീവ് ഫീൽ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പല ഗിഫ്റ്റുകളും സ്നേഹങ്ങളും എല്ലാം അവർക്ക് ഇപ്പോൾ അവരുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. ഇവിടെയും ടെമ്പറൻസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സാധ്യമാണ്. ഓക്കെ, 100% റീയൂണിയൻ സാധ്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നതാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.